മീര മീര നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തീ പറയുന്നേ? വേണ്ട മോളെ, നിന്റെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. നീ ഇതിനിപ്പോൾ റിസോർട്ടിലേക്ക് വന്നേ. നീ ഷിഫ്റ്റ് ചെയ്തു ആ ഹൗസ് ഓണറും പറഞ്ഞു. ഞാനത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു. എന്ത് പറയാനിരിക്കായിരുന്നു? എന്നെ ഉപേക്ഷിക്കുക മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്റെ അടുത്ത് ചെയ്തേ? നീ തെറ്റെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ നീ എന്തിനാ ഉപേക്ഷിച്ച് പോണേ? എടാ, കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ? എടി, കമ്മിറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോന്നുമ്പോ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. നീ സമാധാനമായിട്ട് കേക്ക്. എന്ത് സമാധാനമായിട്ട് കേൾക്കാൻ? നമ്മളോട് ജോലിക്ക് വന്ന 6 മാസം കൊണ്ട് റിലേഷനിലായി, 4 വർഷം ലിവിങ് ടുഗദർ. എന്നിട്ടിപ്പോ പെട്ടെന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞാ? പോവെന്ന് പറഞ്ഞാ പോവും, അത്ര തന്നെ. എന്തായാലും നമ്മൾ പിരിയേണ്ടവരല്ലേ? അത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? എന്റെ വീട്ടുകാർ എന്തായാലും നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ജാതി, മതവും തറവാടും ഒക്കെ പ്രശ്നമാണ്. ഈ ജാതി മതം പ്രശ്നമൊക്കെ ഉണ്ടായത് 4 വർഷത്തിന് ശേഷമാണോ? അതിന് മുൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല? എടാ, നമുക്കിവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഇത്രയും കാലം നല്ല സ്മൂത്ത് ആയിട്ട് പോയി. അതിന്റെ പീരീഡ് കഴിഞ്ഞു. ഓക്കെ മീരെ, നമുക്ക് സംസാരിക്കാം. നീ ഞാനും ഒരേ കമ്പനിയിൽ ജോലി കിട്ടി വന്നതാ. ഓഫീസിൽ കാണാൻ കൊള്ളാവുന്ന പെണ്ണെന്നുള്ള ലെവലിൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു. സെറ്റാക്കാൻ നോക്കി, നീ ഓക്കെ പറഞ്ഞു. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇവിടെ സെറ്റിൽ ചെയ്യാനാണെങ്കിൽ എനിക്ക് നീയായിട്ട് ജീവിക്കാനായിട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവരോട് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നിന്നെ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എടി, എനിക്കറിയാം നമ്മൾ ലിവിങ് ടുഗദറാന്ന് പറഞ്ഞിട്ടല്ല എല്ലാം സ്റ്റാർട്ട് ചെയ്തേ. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ ഇട്ടിട്ട് പോകാന്ന് പറയുമ്പോൾ എനിക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ വേണ്ടെന്ന് വെച്ചാ അതിനർത്ഥം വേണ്ടാന്ന് തന്നെയാ. അല്ല, ഇതിന് മുന്നേ എനിക്കൊരു പ്രപ്പോസൽ വന്നപ്പം നീ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്തേ. ഞാൻ പോയി കഴിഞ്ഞാൽ നീ ചത്ത് കളയുന്നവരെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അന്ന് എനിക്ക് നീ പോകുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നെനിക്ക് പറ്റും. അതെ, അപ്പോൾ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നിനക്ക് റിലേഷൻ വേണം. നിനക്കത് പറ്റാത്തപ്പോൾ അത് വേണ്ട. അത് മാത്രമല്ല, നിന്റെ തീരുമാനങ്ങൾക്ക് മൊത്തം കൂടെ നിൽക്കും വേണം. കൊള്ളാം. നിനക്കൊരു കല്യാണാലോചന വന്നപ്പോൾ നിന്നെ ഞാൻ തടഞ്ഞു നിർത്തി എന്നുള്ളത് ശരിയാ. പക്ഷെ നിനക്ക് വേണമെങ്കിൽ അന്ന് ഇട്ടിട്ട് പോവായിരുന്നല്ലോ. എടി, അന്ന് നീ എന്താ പറഞ്ഞത് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ചത്ത് കളയുന്നു. അതെ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീ പോയില്ല. വേണമെങ്കിൽ നിനക്ക് പോവായിരുന്നല്ലോ. എടാ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് നാട്ടിൽ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ട്രഡീഷണൽ രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് ഒരു കല്യാണം കഴിക്കാന്നുള്ളത്. അച്ഛൻ്റെ ആവശ്യത്തിന് കൂട്ടു നിൽക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഒരു മകളെന്ന നിലയ്ക്ക് അതിൻ്റെ കടമയല്ലേ? അത്രയ്ക്ക് വലിയ ട്രഡീഷണൽ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ആളായിരുന്നുണ്ടെങ്കിൽ നിനക്ക് റിലേഷൻ ആദ്യം വേണ്ടെന്ന് പറയായിരുന്നില്ലേ? നമുക്ക് പുറത്തു പോയി സംസാരിക്കാം, ഇവിടെ വേണ്ട. നമ്മൾ ഓഫീസിൽ നിന്ന് ആദ്യമായിട്ട് ഔട്ടിങ്ങിന് വന്ന സമയത്തെ നമ്മൾ തമ്മിൽ സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. അത് ശരിയാ, അന്ന് സംസാരിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. എടാ, ഒരാളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുമ്പോൾ അതിനെ കുറച്ച് പ്രോഗ്രസീവായിട്ട് കാണാൻ പഠിക്കും. അമ്പോ, അത് ശരി. നിങ്ങൾ ഗേൾസ് എന്തെങ്കിലും റിലേഷൻ ബാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചോയ്സ്. ഞങ്ങൾ അതേ സെയിം കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. കൊള്ളാലോ. എടി, നീ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുണ്ടെങ്കിലേ എന്നെ നമ്മുടെ കാര്യം നിന്റെ അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചാൽ. എടാ, അങ്ങനൊന്നും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കൺവിൻസ് ആവില്ല. നമ്മളിവിടെ അവരെ അറിയാതെയാണ് ജീവിക്കുന്നത്. നാട്ടിൽ ഇപ്പോഴും അവർ വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്നാ. പിന്നെ ഇതുപോലും ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിന്റെ അച്ഛന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണിച്ചാ നീ തന്നെ നമ്മുടെ റിലേഷൻ സമ്മതിച്ചേ? കാരണം ആ സമയത്തുള്ള ഏകാന്തതയ്ക്ക് എനിക്ക് ആകെ ഒരു ആശ്വാസം നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. നീ പിന്നെ എന്ത് പോക്കൃതം ചെയ്താലും അതിന് പിന്നെ നിനക്കൊരു ആൻസർ ഉണ്ടാവും. കൊള്ളാം. എടാ, നിന്നെ സ്വന്തമാക്കിയാൽ എനിക്ക് ഒരുപാട് പേരെ എൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തേണ്ടി വരും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ വീട്ടുകാർ നമുക്ക് നടത്തി തരാറില്ല. അതിലൊരു ഇഷ്ടമാണ് നീ. എടി, നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. നീ ഇതിന്റെ ഇടയിൽപ്പെട്ട് പോണ ഒരാളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ ഭാവി ഭർത്താവ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പറ്റിയിട്ട് നീ എന്തിനാ ഇത്ര കൺസേൺ ആവുന്നേ? അവൻ ഇഷ്ടമുള്ളതുകൊണ്ട് അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു, അത്ര തന്നെ. പ്രായമാവും തോറും ആഗ്രഹങ്ങളും പ്രയോറിറ്റികളും ഒക്കെ മാറും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കേ. നീ വെറുതെ എങ്ങനെ വഴക്കുണ്ടാക്കാതെ. ഐ ആക്ച്വലി ഹാവ് എ സർപ്രൈസ് ഫോർ യു.
അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരും ചാരത്തോ അനുരാഗത്തീയരിയുമ്പോൾ നാം. എന്തിൻ്റെ അർത്ഥം? നിനക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സന്തോഷം തന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ബ്രേക്കപ്പ് സെക്സ് ആണോ? അത് നിനക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. ശരിക്കും ഞാൻ നിന്റെ ആരായിരുന്നു? നീ എനിക്ക് എൻ്റെ എല്ലാം ആയിരുന്നു. എന്നിട്ടാണ് നീ എന്നെ വിട്ട് പോകുന്നത്? ഹലോ, ഞാൻ മറ്റന്നാൾ നാട്ടിലേക്ക് എത്തും. അവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഞാനേ ഇപ്പോൾ വർക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തൊക്കെയാണ് നടക്കണേ? എടി നിനക്ക് നാണമില്ലേ? എടി ജീവിതത്തിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആത്മാർത്ഥ കാണിക്കും. എന്നോട് ആത്മാർത്ഥ കാണിച്ചിരുന്നുണ്ടെങ്കിൽ നീ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. ഇപ്പം ഈ കല്യാണം കഴിക്കാൻ പോകുന്നതിനോട് ഒരു ആത്മാർത്ഥ കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഈ മൊമെന്റ്, ഈ ടൈം അത് നമ്മളോട് സ്പെൻഡ് ചെയ്യില്ലായിരുന്നു. നാളെ നീ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നീ അവളോട് ക്ഷമിക്കോ? അതപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. നീയുമായിട്ട് ഒരു ജീവിതം സ്വപ്നം കണ്ടുവന്നൊരു പെൺകുട്ടി അവൾക്ക് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നീ ഇത് അക്സെപ്റ്റ് ചെയ്യോ? ആക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ അവളെ അത് പറഞ്ഞ് കുറ്റപ്പെടുത്തില്ലല്ലോ. ഇല്ല, അത്രയേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നവൻ ഇതെന്റെ പാസ്റ്റായിട്ട് നാളെ എന്നെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഞാനും നീ തമ്മിലുള്ള ഈ മൊമെന്റ്സ് ഇല്ലേ, അതാണ് പ്രസന്റ്. എടി എനിക്ക് ചില സമയത്ത് തോന്നും നീ എന്നെ വെച്ച് മൈൻഡ് ഗെയിം കളിക്കാം. എൻ്റെ കണ്ണിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തം തെറ്റാണ്. പക്ഷേ നീ നിന്റെ ഭാഗം പറയുമ്പം എനിക്കെന്തോ ശരിയായിട്ട് തോന്നുക. നമ്മളെല്ലാവരും അവരവരുടെ ശരിയല്ലല്ലേ ഈ ലോകത്ത് ജീവിക്കുന്നത്. ശരിയാ, നീ പറഞ്ഞ പോലെ നമുക്ക് ഈ നിമിഷം വലുത്. നമുക്ക് പൂളിലേക്ക് പോയാലോ? എന്തുപറ്റി? ഓഫീസിൽ നിന്ന് ഔട്ടിങ്ങിന് പോയപ്പോൾ പൂൾ പാർട്ടി വെച്ചിട്ടല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് ഇൻറ്റിമേറ്റ് ആയത്. നമുക്കതൊന്ന് റിഗ്രറ്റ് ചെയ്താലോ? ഞാനൊരു പക്ഷേ വാക്കുകളൊക്കെ പറഞ്ഞ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പോകുന്നതായിട്ടായിരിക്കും നീ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ സത്യം അതല്ല. എനിക്ക് ഞാൻ പോകുന്നതിൽ ഒരുപാട് വേദനകളുണ്ട്. നിന്നെ ഒന്ന് ഓക്കെ ആക്കി മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് പരസ്പരം വഴക്കുണ്ടാക്കാതെ പിരിയാലോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ എന്നെപ്പറ്റി ഓർക്കുമ്പോൾ നല്ല മൊമെന്റ്സ് മാത്രമല്ലേ നീ ഓർക്കുള്ളൂ. സത്യം പറയാലോ, എടി നീ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചില്ല, വിശ്വസിക്കൂല. പക്ഷേ നീ ഇങ്ങനെ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോകുമ്പോൾ എനിക്കെന്തോ ഇപ്പം ഹാപ്പിനെസ് തോന്നുന്നു. അത്രേ ഉള്ളൂ. അത്രയും ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ മൊമെന്റിലൂടെ ഞാൻ റിയലൈസ് ചെയ്തു, ഡിസൈഡ് ചെയ്തു നീ എൻ്റെ ലൈഫിലില്ല എന്നുള്ള കാര്യം. സോ നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാന്യമായിട്ട് തന്നെ പിരിയാം. ഓക്കെ, നാളെയാണ് ഫ്ലൈറ്റ്. ഗുഡ് ബൈ. ഓ, മണ്ടന് പോയി പൊട്ടന് പോയി ബോട്ട് കിട്ടി ഐലേസ അല്ല പിന്നെ. അളിയ, എടാ പറടാ. എന്റെ കൂട്ടുകാരന്റെ കല്യാണം ഉറപ്പിച്ച്. പെണ്ണ് നീ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ്. അവൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചിരുന്നു പറയൂ അളിയ. ആടാ, ഓക്കെ. നീ ആ ഫോട്ടോ എനിക്ക് അയച്ചാ.